ഷഫാഅത്തിന്റെ സൂറത്താണ് ഏത്? സൂറത്തു തബാറക. ഷഫാഅത്തിന്റെ സൂറത്താണ്. ഷഫാഅത്തിന് വേണ്ടി മാത്രമുള്ള സൂറത്താണ് സൂറത്തു തബാറക. അത് അസ്സൂറത്തു ഷാഫിഅ എന്ന് ഹബീബ റസൂലുള്ളാഹി ഏത് വാക്കിലാണ് ആയത്ത് അവസാനിപ്പിച്ച് സൂറത്ത് അവസാനിച്ച്? ഷഫാഅത്തിന്റെ സൂറത്താണ്. നമ്മൾക്ക് ഇത് നിസ്സാരാക്കാൻ പാടില്ല. കുട്ടികളെ, ജനങ്ങളെ, ഇത് നിസ്സാരാണെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ വിഷയം, ഈ വെള്ളം ഇവിടെ ശുദ്ധമായി നിലനിൽക്കണം, അതിന്റെ അനിവാര്യത ആലോചിക്കണം. ഷഫാഅത്തിന്റെ സൂറത്താണ് സൂറത്തു ഷാഫിഅ. സൂറത്തു ഷാഫിഅ ഷഫാഅത്ത് ചെയ്യുന്ന അധ്യായമാണ്, ഷഫാഅത്ത് നൽകുന്ന അധ്യായമാണ്. തബാറക്കാണ് ഹബീബായ റസൂലുള്ളാഹി. അത് വലിയ ഷഫാഅത്ത് തരുന്ന അധ്യായമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഏതാണ് അതിന്റെ അവസാനത്തെ ആയത്ത്? 30 ആയാത്തിൻ മിൻ കിതാബില്ലാഹ്. ഖുർആനിൽ 30 ആയത്തുള്ള അധ്യായമാണ്. അധ്യായമുണ്ട്. തുഞ്ചി സാഹിബഹാ, അതോടുന്ന ആളെ, അതിൽ ചിന്തിക്കുന്ന ആളുകളെയും അത് പഠിക്കുന്ന ആളുകളെയും അത് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏതാണ് അതിലെ 30-ാമത്തെ ആയത്ത്? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഇതിന്റെ ഉള്ളറകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സാധനമുണ്ട്, മനോഹരമായ ശുദ്ധ ഉറവ. ഇതങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ എവിടെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം? ഈ കാണുന്നത് മുഴുവനും ഭൂമിയിലെ 4/3 ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഭാഗമുണ്ട്. ആ ഒരൊറ്റ ഭാഗത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം വെച്ചിട്ടുണ്ട്. ശുദ്ധമായ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യകരങ്ങളാൽ നാശവുമാണ്. ഞാൻ പിന്നെ വരാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. നാശം വരാൻ പോകാൻ മനുഷ്യന്റെ കൈകൊണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഈ ആയത്തിന്റെ തഫ്സീർ കണ്ടോളൂ, കേട്ടോളൂ. ഇദാ കാനൽ മാഉ ദാഹിബൻ ഫിൽ അർളി, വെള്ളം ഭൂമിയിൽ ഇല്ലാതെയായാൽ ഫലാ യുനാലു ബിൽ ഫുഊസി, നിങ്ങൾക്ക് വാള് കൊണ്ടോ ഫുഊസ് മഴ കൊണ്ടോ അത് കണ്ടെടുത്താൻ, വൽ ഹദാദി വസ്സവാഇദി ശിദാദി, ശക്തമായ ഉപകരണങ്ങൾ കൊണ്ടോ ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ പരമാവധി എന്ത് ചെയ്യാന്നറിയോ? കിണറുകളിൽ പരമാവധി പുഷിറക്കി നോക്കാം. പിന്നെ എന്തു ചെയ്യും? നല്ല ബോർവെല്ല് കുഴിക്കുക. പരമാവധി 300-400 മീറ്റർ ബോർവെല്ല് കുഴിക്കുക. എന്നാൽ അവിടുന്ന് അള്ളാഹുനെ പിൻവലിച്ചാൽ ആരാ പിന്നെ അത് കൊണ്ടുവരിക? അതിനൊരു സൂചന ഉണ്ട്. അള്ളാഹു താല ഈ സാധനം ചിലപ്പോൾ പിൻവലിക്കാം. മനസ്സിലായില്ല? അതിന്റെ ശുദ്ധത പിൻവലിക്കാം. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഭൂമിയിൽ ഇല്ലാതെയാകുമോ എന്നുള്ളതല്ല വിഷയം. ക്വാണ്ടിറ്റിയും ഇല്ലാതെയാകാം എന്നുള്ള ഒരു കണ്ടെത്തൽ എനിക്കുണ്ട്. അതിന് വൈബ്യ വിജ്ഞാനം. ഞാനിവിടെ പറയുന്നത് എന്താണെന്നറിയോ? ശാസ്ത്രത്തിന്റെ വിഷയം, ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ വെള്ളം തീരൂലാണ്. കാരണം എന്തുകൊണ്ട്? ഒന്നിരിക്കൽ നീരാവിയാവും, അല്ലെങ്കിലോ താഴെ വെള്ളമായിട്ടുണ്ടാവും, നീരാവിയാവും. രണ്ടായിട്ടും ആ വാട്ടർ സൈക്ലിംഗ് നിലനിൽക്കുമെന്നാണ് ഐൻസ്റ്റീൻ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞ വെള്ളത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ഞാനത് നിരാകരിക്കണില്ല. പക്ഷേ ഇവിടെ നിരാകരിക്കപ്പെടുന്ന ഈ വെള്ളം മുഴുവൻ മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. കാരണം ആ വെള്ളം തന്നെ രോഗാണുക്കളുള്ളതല്ലേ. മനുഷ്യൻ ഉപയോഗിക്കാവുന്ന ജീവൻ നിലനിർത്തുന്ന വെള്ളം സത്യത്തിൽ മാവുമഴീന. ഭൂമിയിൽ സാധനം ഇല്ലാതെയായാൽ, ഈ ശുദ്ധമായ പാനീയം കിട്ടാല്ലാതെയായാൽ മഴ കൊണ്ട് വെട്ടിയിട്ടത് കിട്ടൂല. ശക്തമായ ഉപകരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ഇറക്കി നോക്കിയാലും അതിനെ എത്തിക്കാനും സാധ്യമല്ല. അതങ്ങോട്ട് തീർന്നാൽ സാധ്യമല്ല. ഇന്നിപ്പോ ലോകം ശ്രദ്ധിക്കണേ, ലോകത്ത് ഇന്ന് വെള്ളമെടുക്കുന്നത് ധാരാളം കമ്പനികളും മറ്റും വെള്ളമെടുക്കുന്നത് ആയിരക്കണക്കിന് മൈലുകൾക്ക് അടിയിലേക്ക്, കിലോമീറ്ററുകൾക്ക് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വെള്ളമെടുക്കുന്നുണ്ട് ചില പ്രധാനപ്പെട്ട കമ്പനികളും മറ്റും. അത് ആ വെള്ളം എന്ന് പറയുന്ന സത്യത്തിൽ പാറമടക്കുകളിലൊക്കെ നിലനിൽക്കുന്ന ചില വെള്ളമാണ്. ആ വെള്ളം എടുത്താൽ പിന്നെ എടുത്തതോടുകൂടെ തീരും. പിന്നെ അതിലേക്ക് റീഫില്ലിംഗ് നടക്കാത്ത വെള്ളമാണ്. ധാരാളം കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. റീഫില്ലിംഗ് നടക്കാത്ത വെള്ളമുണ്ട്, റീഫില്ലിംഗ് നടക്കുന്നുണ്ട്, റീഫില്ലിംഗ് നടക്കാത്തതുണ്ട്. ഇത് റീഫില്ലിംഗ് നടക്കാത്ത വെള്ളമാണ് ഇന്ന് ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിനേക്കാൾ താഴ്ത്തിയാലും ആ വെള്ളോട്ട് കിട്ടൂല, അത് അതോടുകൂടെ തീർന്നു പോകും. അല്ലാതെയും വെള്ളം ഇല്ലാതെയാകും. അല്ലാത്ത ഒരാൾക്ക് ശുദ്ധ വെള്ളം ഉണ്ടാക്കാൻ സാധ്യമല്ല. നമുക്ക് ഡോക്ടറേറ്റ് വാങ്ങാം,
2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിയാൽ വെള്ളം ഉണ്ടാവും എങ്കിൽ 110 കോടി മനുഷ്യർ ഇന്ന് ലോകത്ത് ശുദ്ധവെള്ളം ഇല്ലാത്തവരാ. UN-യുടെ കണക്ക് നിങ്ങൾ നെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇന്നലത്തെ അവസാനത്തെ കണക്കപ്പോൾ പറഞ്ഞത്. ഇത് ലേറ്റസ്റ്റ് കണക്കാണ്. ഇന്നലത്തെ അവസാനത്തെ കണക്കാ പറഞ്ഞത്. 110 കോടി ജനങ്ങൾക്ക് ശുദ്ധവെള്ളമില്ല എങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റവും, ശ്രദ്ധിക്കണില്ല പറഞ്ഞത്, ഏത് സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. ഉദാഹരണം പൂവ്. നമുക്കിപ്പോ ഇവിടെ ഒരു പൂവ് സാധാരണ പരിപാടികൾക്കൊക്കെ ഉണ്ടാവും. എന്ത് ഇല്ലേ ഇല്ലേ നമ്മൾ സാധാരണ സ്റ്റേജിലൊക്കെ എന്ത് ചെയ്യും? പൂവ്. എന്തിന്റെ പൂവ്? പ്ലാസ്റ്റിക്കിന്റെ പൂവ്. ഡ്യൂപ്ലിക്കേറ്റ് പൂവ് ഉണ്ടാക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെടി ഉണ്ടാക്കുക, ഡ്യൂപ്ലിക്കേറ്റ് മരം ഉണ്ടാക്കുക. ചില റിസോർട്ടുകളൊക്കെ മുന്നിൽ കണ്ടിട്ടില്ലേ ഡ്യൂപ്ലിക്കേറ്റ് മരം? ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം ഉണ്ടാക്കാൻ പറ പറ്റൂല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനമാണ് വെള്ളം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. തിരിഞ്ഞില്ല. ഒന്ന് പറ, മനസ്സിലായി പറ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത സാധനമാണ് എന്ത്? വെള്ളം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, വെള്ളത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അതായത് മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തിനും ഏത് സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം, എന്തിനുണ്ടാക്കാം. ഉദാഹരണം പറയാം, പിന്നെ ഒരു റഹ്മത്തുള്ള ഇവിടെ പ്രസംഗിക്കുന്നതിന് പകരം ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഏതോ നാട്ടിൽ ഇരുന്നിട്ട് ഇതിന്റെ പ്രസംഗം ഇവിടെ നടത്താം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആൾ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കാം. അതിനൊക്കെ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് നടക്കില്ല? വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം കുടിക്കുക. ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം കണ്ടുപിടിച്ചിട്ട് അത് നടക്കില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനമാണ് എന്ത്? അത് നിഅമത്തുൻ ഫരീദ, വേറെ ഒരു പരിഹാരമില്ല. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ലാ യഖ്ദിറു ദാലിക ഇല്ലല്ലാഹ് ഫമിൻ ഫദ്ലിഹി വകറമിഹി അൻ അൻബഅ ലക്കുമുൽ മിയാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവന്റെ ഏറ്റവും വലിയ ഫദ്ല്, ഉറവയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. ഫി സായിരി അഖ്താരിൽ അർദി, എല്ലായിടത്തും അതെമ്പാടും. അവിടെ അല്ലെങ്കിൽ മനുഷ്യന് പിന്നെ അവിടെ ജീവിക്കാൻ കഴിയുകയില്ല. ബിഹസ്ബമായ താജിൽ ഇബാദു ഇലൈഹി മിനൽ ഖില്ലത്തി വൽ കസ്റ. എന്നാൽ അല്ലാഹുവേ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ഒരു ചിത്രം ഞാൻ കാണിച്ചുതരാം. ഈ ആയത്തിനൊരു വ്യാഖ്യാനം. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ യർഫഉൽ മിയാഹൽ അസ്ബാ ഖബ്ല യൗമിൽ ഖിയാമ. കുട്ടി, എത്ര 1000 കൊല്ലം മുമ്പ് അതൊക്കെ എഴുതി വെച്ചത്. ശുദ്ധമായ പാനീയം ഭൂമിയിൽ അല്ലാഹു തആല ഉയർത്തിക്കളയും. വെള്ളം ഉണ്ടാവും, പക്ഷെ അത് ശുദ്ധമായിരിക്കും, ഉപയോഗിക്കാൻ പറ്റൂല. ഖബ്ല യൗമിൽ ഖിയാമ, ശുദ്ധമല്ലാത്തൊരു വെള്ളമില്ലാത്തൊരു കാലത്ത് അത് എഴുതി വെച്ചത്. ഖബ്ല യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ ഭൂമിയിൽ ശുദ്ധവെള്ളം കിട്ടൂല. 2035 ആകുമ്പോഴത്തിന് ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന പകുതി മനുഷ്യർക്ക് ശുദ്ധവെള്ളം ഉണ്ടാവില്ല. ഒന്ന് പറയാതെ 2050 ആകുമ്പോഴത്തിന്, 2035 ആകുമ്പോഴത്തിന് 40 ഭൂമിയിൽ ഇന്ന് അന്ന് ജീവിക്കുന്ന 40% ആളുകൾക്ക് ശുദ്ധവെള്ളം കിട്ടൂല. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധം, 21-ാം നൂറ്റാണ്ടിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടി, 21-ാം നൂറ്റാണ്ടിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടി. കരുതിക്കുട്ടിയാ, 992 തമ്പടിച്ചിട്ടുണ്ട് അമേരിക്ക യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരങ്ങളിൽ. എന്താ കാരണം? ലോകത്തെ പ്രധാനപ്പെട്ട 5 നദികളുണ്ട്. 5 നദികളും ഏഷ്യയില. ആ നദികളിലൊക്കെ വെള്ളം വറ്റാത്ത നദികളെ മുഴുവനും ഇന്ന് അമേരിക്ക കീഴടക്കി വെച്ചിരിക്കുക. അത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തെ അതിപ്രധാനപ്പെട്ട 5 നദികളുണ്ട്. ആ 5 നദികൾ ഈ 4 ഏഷ്യയിലാണ്. ഞാൻ എണ്ണി പറയുന്നില്ല. 1 ആഫ്രിക്കയിലാണ്, പക്ഷെ അത് ഏഷ്യയുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിലാണ്. അതായത് ഈജിപ്തിലാണ്. നൈല് ഏഷ്യയുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിലാണ്. ഒരു ഏഷ്യ ആഫ്രിക്ക എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ ഏത്? ഈജിപ്ത്. ഈജിപ്ത് പലപ്പോഴും നമ്മൾ ഏഷ്യ ആണെന്നാണ് വിചാരിക്കുക. വളരെ അടുത്ത സ്ഥലമാണ്. ഏഷ്യയുമായി വളരെ ബന്ധപ്പെട്ട സ്ഥലമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും അടുത്ത സ്ഥലമാണ്. സൗദി അറേബ്യയുമായി വളരെ ബന്ധപ്പെട്ടതാണ് സ്ഥലമാണ്. ഇതിനിടയിൽ സൂയസ് കനാൽ ഉണ്ട് എന്ന് മാത്രം. പക്ഷെ ആ സൂയസ് കനാൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയതുമാണ്. മനസ്സിലായില്ല? ഇതിനിടയിൽ സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെ ഒക്കെ ഇടയിൽ ഒരു സൂയസ് കനാൽ വന്നിട്ടുണ്ട്. ആ സൂയസ് കനാൽ തന്നെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പൊ സത്യത്തിൽ ഈജിപ്തിലെ അതിപ്രധാനപ്പെട്ട നൈല്, 4 പ്രധാനപ്പെട്ട നദികൾ ഏഷ്യയിലാണ്. 5ാമത്തെ നദി ഉണ്ട്, അതും ഏഷ്യയെ പോലെ തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ അതിപ്രധാനപ്പെട്ട 5 നദികളും ഏഷ്യയിലാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്.
അതിൽ പ്രധാനപ്പെട്ട 2 നദികൾ ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയാണ്, യൂഫ്രട്ടീസും ടൈഗ്രീസും. അമേരിക്കൻ ക്യാമ്പുകൾ മുഴുവനും. എന്തിനാണത്? ഇത് നമ്മുടെ ഈ കിതാബ് ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ ഈ കിതാബ് നമ്മൾ പഠിക്കണിന്റെ 100 കണക്കിന് കൊല്ലം മുമ്പ് പഠിച്ചവരാണ് അവര്. അതിനാണ് അവർ വന്നത്. സത്യത്തിൽ അക്ഷയ ഉറവയ 5 നദികൾ സ്വർഗത്തിൽ നിന്നാണ്. 5 നദി സ്വർഗത്തിൽ നിന്നാണ്. അതിൽപ്പെട്ടതാണ് യൂഫ്രട്ടീസ്, സ്വർഗത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ടൈഗ്രീസ് സ്വർഗത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ജയ്ഹൂൻ, സൈഹൂൻ, ജയ്ഹൂൻ, നൈല്, ഫുറാത്ത്, ദുജ്ല, ഇങ്ങനെ 5 നദികളുണ്ട്. സൈഹൂന്, ജയ്ഹൂന്, നൈല്, ഫുറാത്ത്, ദുജ്ല, ഇങ്ങനെ 5 നദികളുണ്ട്. ആ 5 നദികളിൽ പ്രധാനപ്പെട്ട 2 റിവറുകളാണ് എന്ത്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ആ യൂഫ്രട്ടീസും ടൈഗ്രീസും എവിടെയാണ്? ഇറാഖുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ്. അതിന് മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ഇറാഖിന്റെ സത്യത്തിൽ എന്താണ്? അവിടെയാണ് അമേരിക്കൻ ക്യാമ്പുകൾ. ആ യൂഫ്രട്ടീസ് നദിയിലാണ് സ്വർണ്ണമല ഉയരുമെന്ന് ഹബീബ നബി പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കാൻ ഞാനൊരു വഴി ഇങ്ങനെ വിൻഡോ തുറന്നിടുകയാണ്. ആ സ്വർണ്ണമല യൂഫ്രട്ടീസിലെ വെള്ളം തന്നെ ആണോന്ന് പറയല്ല, ആണോന്ന് ഞാനിങ്ങനെ വാതിൽ തുറന്നത്. എന്തുകൊണ്ട്? സ്വർണത്തിന് വില ഇല്ലാതെയാകും എന്ന് ഇവിടെ പറയുന്നുണ്ട്. സ്വർണത്തിന് വില ഇല്ലാതെയാവും. എന്തിന് വിലയുണ്ടാവും? വെള്ളത്തിന് വിലയുണ്ടാവും. ഇത് പഠിക്കണ്ടേ? സ്വർണത്തിന് വിലയുണ്ടാവില്ല. സ്വർണം വെള്ളിയൊക്കെ ഭൂമിയിൽ കൂടുതൽ കണ്ടെടുക്കപ്പെടും. വെള്ളിയും സ്വർണം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ചുറ്റി നടക്കും. ആരാണ് വാങ്ങിയിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരാനുള്ളതെന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കും മനുഷ്യന്മാർ. എന്തുകൊണ്ട്? ഇങ്ങോട്ട് വാ, ഇഷ്ടം പോലെ ഭൂമിയിൽ നിന്ന് കിട്ടും, എന്ത്? സ്വർണവും വെള്ളിയും കിട്ടും. അതെങ്ങനെ പാത്രത്തിലാക്കിയിട്ട് മനുഷ്യന്മാർ ചുറ്റി നടക്കുമ്പോ യക്ബലു ഹാദ, ആരാണ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്താൽ? ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായം ബോട്ടിൽ വെള്ളം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായം ഇപ്പോൾ ബോട്ടിൽ വെള്ളം. നമ്മൾ ചിന്തിച്ചു നോക്കി. എന്തിന്? നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ മഴ പെയ്യുന്ന നാടാണല്ലോ കേരളം. കേരളത്തിൽ പോലും ഏറ്റവും വലിയ വ്യവസായം ബോട്ടിൽ വെള്ളമാണെങ്കിൽ മറ്റുള്ള നാടുകളുടെ അവസ്ഥ എന്തായിരിക്കും ലോകത്ത്? എങ്കിൽ ഈ അവസ്ഥ നിലനിൽക്കുന്ന കുറച്ചു കാലം കഴിഞ്ഞാൽ അവസ്ഥ എന്താ? ഇത് നിസ്സാരമായി കണ്ടുകൂടാ. ഇത് വലിയ വിഷയത്തിലേക്ക് നീങ്ങാൻ പോവാണ്. അവസാനം കടൽ കത്തിത്തീരും. വൽ ബഹരിൽ മസ്ജൂർ وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور. സമുദ്രം കത്തിത്തീരും. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. സമുദ്രം കത്തിത്തീരും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർണത്തിന്റെ പാത്രം കൊണ്ട് മനുഷ്യന്മാരിങ്ങനെ ചുറ്റി നടക്കും. സ്വർണം ആർക്കാ വേണം? അപ്പോൾ ഒരാൾ പറയുമല്ലോ, ഇന്നലെ തന്നിരുന്നെങ്കിൽ ഞാൻ സ്വർണം സ്വീകരിച്ചിരുന്നു. ഒരാൾ പറയും, ഇന്നലെയാണെങ്കിൽ ഞാൻ സ്വർണം സ്വീകരിച്ചിരുന്നു. ഇന്ന് എനിക്ക് സ്വർണ്ണം അല്ല വേണ്ടത്, ഇന്ന് എനിക്ക് വേണ്ടത് വെള്ളമാണ്. പച്ചവെള്ളം. ലോകത്തെ സ്വർണത്തിന് തന്നെ യൂഫ്രട്ടീസ് നദിയിൽ സ്വർണ്ണമല ഉയരും എന്നാണ്. 5 നദികൾ സ്വർഗത്തിൽ നിന്നാണ്. 5 നദികൾ ജയ്ഹൂൻ, സൈഹൂൻ, ജയ്ഹൂൻ, നൈല്, ഫുറാത്ത്, ദുജ്ല. ഈ 5 നദികളിൽ 4 നദി പൂർണ്ണമായും ഏഷ്യയിലാണ്. 1 ഏഷ്യയിലേക്ക് ചേർക്കപ്പെട്ട ഈജിപ്തിലാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ അമേരിക്കൻ ക്യാമ്പുകൾ മുഴുവനും ഈ വന്നിട്ടുള്ളത് മുഴുവനും ഇതിന്റെ മുന്നിൽ പ്രധാനമായ സംഗതി അതാണ്. മാത്രമല്ല, ചില കാരണങ്ങളാൽ അമേരിക്ക ഭാഗികമായി ലോകത്തില്ലാതെയാകും എന്നാണ്. അമേരിക്ക ഭാഗികമായി വല്ലാതെ താമസിയാതെ ലോകത്തില്ലാതെയാവുന്ന അങ്ങനെയുള്ള ചില വിഷയങ്ങളും ഉണ്ട്. അമേരിക്ക വല്ലാതെ താമസിയാതെ ഭാഗികമായി ഇല്ലാതെയാവും. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ധ്രുവങ്ങളിൽ മഞ്ഞുരുകും. 2035 ആകുമ്പോഴത്തിന് ധ്രുവങ്ങളിൽ മഞ്ഞില്ലാതെയാകുന്ന അങ്ങനെ വരുമ്പോൾ സമുദ്രനിര ഉയരുകയും ലോകത്തെ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. അമേരിക്കയിലെ അനവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. ഈ മിഡിൽ ഈസ്റ്റിൽ ഇത്രമേൽ ആധിപത്യം ചെലുത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെ ആയിരിക്കുമോ എന്ന് ഗൗരവമായി നമ്മളൊരു പുതിയ പഠനത്തിന് വിഷയീഭവിക്കേണ്ട ഒരു സംഗതിയാണ്. ചില റിവറുകൾ കാണിക്കാം. വിഷ്വൽസ് കിട്ടിയാൽ നിങ്ങൾക്ക് ശരിക്കും കാണാം. നോക്കൂ നിങ്ങൾ, ലോകത്തെ അതിപ്രധാനപ്പെട്ട ഒരുപാട് പുഴകൾ ചൈനയിലെ യെല്ലോ റിവറാണ്. ഒരുപാട് റിവറുകൾ യെല്ലോ റിവറാണ്.
ലോകത്ത് സമൃദ്ധമായി വെള്ളം ഉണ്ടായിരുന്ന ഒരു പുഴയാണ് യെല്ലോ റിവർ. ചൈനയിലെ വറ്റി 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 തീർന്നുകൊണ്ടിരിക്കുകയാണ് യെല്ലോ റിവർ. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലെ അതിപ്രധാനപ്പെട്ട ഒരു റിവറാണ് നിഗാർ. നൈജീരിയയിലെ റിവർ എന്ന് പറയും. ഇന്ന് ഒരുപാട് നൈജീരിയയിലെ നിഗാർ റിവർ, അതും വെസ്റ്റ് ആഫ്രിക്കയിലെ അതിപ്രധാനപ്പെട്ട റിവറാണ്. ആ റിവറും ഇന്ന് ലോക ഭൂപടത്തിൽ നിന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഉറപ്പ് തന്നെയാണല്ലോ, യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിലേക്കും ഞാൻ വരാം. അതേപോലെ തന്നെ അമേരിക്കയിലെ അതിപ്രധാനപ്പെട്ട നയാഗ്രയുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട അമേരിക്കയിലെ നദിയാണ് കൊളറാഡോ. ഇതേപോലെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. വളരെ വലിയ വ്യത്യാസങ്ങൾ കൊളറാഡോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ശക്തമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊളറാഡോ നദിയിൽ. അതേപോലെ തന്നെ 1988-ന്റെയും 2004-ന്റെയും ഇടയിൽ കൊളംബിയ നദിയിൽ 14% ഒഴുക്കില്ലാതെയായി. ഇപ്പോൾ 14. കൊളറാഡോ നദിയുടെ ഒരു ദൃശ്യമാണ് കാണിച്ചത്. കൊളറാഡോ നദിയിൽ 1988-ന്റെയും 2004-ന്റെയും ഇടയിൽ ലോകത്ത് സമൃദ്ധമായി വെള്ളം ഉണ്ടായിരുന്ന ഒരു പുഴയാണത്. ലോകത്തെ അതിപ്രധാനപ്പെട്ട പുഴകളുടെ ഇന്നത്തെ രീതി നെറ്റെടുത്താൽ ഞാൻ ചില സാമ്പിൾസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതിന് ഗൗരവമായി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. കൊളറാഡോയിൽ 14% ഒഴുക്ക് നിലച്ചിട്ടുണ്ട്. വെള്ളമില്ലാതായി, പുഴയിൽ വെള്ളമില്ല. ഇനി ഇന്ത്യയിലോ? ഇന്ത്യയുടെ കാര്യത്തെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ കരകവിഞ്ഞൊഴുകിയിരുന്ന നദിയാണ് ഗംഗ. ഗംഗയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇന്ത്യയിലെ അവസ്ഥ. അശേഷമായി വെള്ളം കമ്മിയായി കൊണ്ടേയിരിക്കുക. ബ്രഹ്മപുത്ര, അതേപോലെ തന്നെ ഹെൽമാൻഡ്, ഇതുപോലെയുള്ള ധാരാളം പുഴകൾ നമുക്കറിയാമല്ലോ. കേരളത്തിലെ അതിപ്രധാനപ്പെട്ട നദിയാണ് സത്യത്തിൽ. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രമായ വെള്ളത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് സത്യത്തിൽ ഭാരതപ്പുഴ. എന്താ ഇതിന്റെ അവസ്ഥ? കേരളത്തിലെ ഭാരതപ്പുഴ കണ്ടപ്പോൾ അറബികൾ അതിന് അന്നൈൽ എന്ന് വിളിച്ചുകൊണ്ട, അന്നൈൽ എന്ന് വിളിച്ചുകൊണ്ട. ഇന്നതിന്റെ സാഹചര്യം എന്താ? വർഷകാലത്ത് പോലും ആ പുഴ മൂടുകയില്ല. വർഷകാലത്ത് മൂടൂല ആ പുഴ. പിന്നെന്റെ വേനൽക്കാലത്തിന്റെ അവസ്ഥ. ലോകത്തെ അതിപ്രധാനപ്പെട്ട വെള്ളം നിലനിൽക്കുന്ന നോക്കുന്നു. മൊത്തം വെള്ളത്തിന്റെ ഈ റിവറുകളുടെ വെള്ളം എന്ന് പറയുന്നത് അതാണ് ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം. ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97.3% വെള്ളം കടൽ വെള്ളമാണ്. മൊത്തം ഭൂമിയിലുള്ള വെള്ളത്തിന്റെ, ശ്രദ്ധിക്കുക, ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97.3% വെള്ളം കടൽ വെള്ളമാണ്. 2.1% വെള്ളം ഐസാണ്, ധ്രുവങ്ങളിൽ ഐസാണ്. 2.1%. 97%-ലേറെയും 97.3% കടൽ വെള്ളമാണ്. 2.1% ഐസ് വെള്ളമാണ്. പിന്നെ 0.6%, വളരെ, അതായത് 1%-നെ താഴെ 0.6%, അതായത് ഒരു ശതമാനത്തിന്റെയും താഴെയാണ് സത്യത്തിലെ പിന്നെ ഭൂഗർഭജലമുള്ളത്. അതിനേക്കാൾ കമ്മിയാണ് നദികളിലും തടാകങ്ങളിലും ഉള്ളത്. 0.01% വെള്ളമാണ് സത്യത്തിൽ നദികളിലും തടാകങ്ങളിലുള്ളത്. അതുതന്നെ ഇന്ന് ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, അതിന് വളരെ വിശദമായ കണക്കുകളാണ്. ആ വിഷയം പരിശോധിച്ച് പഠിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടത്ര അത് കിട്ടും. അതിൽ തന്നെ നോക്കൂ, നിങ്ങൾ വളരെ ചിന്തിക്കണം. ലോകത്ത് നടക്കുന്ന 6-ൽ ഒരാൾക്ക് ശുദ്ധവെള്ളമില്ല ഇപ്പോൾ. ഇന്നത്തെ കണക്ക്, ലോകത്തെ ജീവിക്കുന്ന 6-ൽ ഒരാൾക്ക് ഇപ്പോൾ തന്നെ ശുദ്ധ വെള്ളം ഇല്ല എന്നുള്ളത്. ശുദ്ധവെള്ളത്തെ അന്ത്യനാളിന്റെ മുമ്പ് അല്ലാഹു തആല ഉയർത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. അന്ത്യനാളിന് മുമ്പ് അത് ഇല്ലാതെയാവും, ഭൂമി ഇല്ലാതെയാവും, ശുദ്ധവെള്ളം ഇല്ലാതെയാവും. ഇതാ ചിന്തിക്കുക. അതുകൊണ്ടാണല്ലോ ശുദ്ധവെള്ളം കുടിച്ചപ്പോൾ ഹബീബാ നബി അത്രയേറെ ദുആ ചെയ്തത്. അതുകൊണ്ട് നിലനിൽക്കൽ വളരെ ആവശ്യമാണ്. പണ്ഡിത വിദ്യാർത്ഥികൾ പഠിക്കണം. ഇതിനെന്താണോ പരിഹാരം, ആ പരിഹാരത്തെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇതിന്റെ ഇരട്ടി ആളുകൾക്ക് സാധാരണ വെള്ളമില്ല. 600 ചില്ലാനും കോടി മനുഷ്യരിൽ ഇപ്പോൾ തന്നെ 225 കോടി ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളാണ്.
ഏകദേശം വെള്ളം കിട്ടാത്ത ആളുകളാണ്. ഇപ്പോൾ തന്നെ 225 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെള്ളമില്ല. 225 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെള്ളമില്ല. അതായത് ശുദ്ധവെള്ളമല്ല, അല്ലാത്ത വെള്ളവും ഇല്ലാത്ത പ്രദേശം 225 കോടി ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല. അതിൽ 110 കോടി ജനങ്ങൾക്ക് ശുദ്ധവെള്ളമേ ഇല്ല. അതായത് 6ൽ ഒരാൾ, ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന 6ൽ ഒരാൾക്ക് ശുദ്ധവെള്ളം ഇപ്പോൾ ഇല്ല. ശുദ്ധവെള്ളം അല്ലാഹു അന്ത്യനാളിന്റെ മുമ്പ് ഇല്ലാതാക്കും എന്ന വിശുദ്ധ ഖുർആന്റെ പഠനം ഇതാ അതിപ്രസക്തമായി നമ്മുടെ മുന്നിൽ ഇതാ സൂര്യപ്രകാശം പോലെ തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. 125 കോടി ജനങ്ങൾക്ക് രോഗമുണ്ടാവുന്നു. ലോകത്തെ 125 കോടി ജനങ്ങൾക്ക് രോഗമുണ്ടാകാൻ കാരണം ശുദ്ധജലം ലഭിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജലത്തിലെ മാലിന്യം കൊണ്ടാണ്. 125 കോടി ജനങ്ങൾക്ക്. അതായത് ഇന്ന് ലോകത്തുള്ള രോഗത്തിന്റെ 80% വെള്ളം നാശമായ രോഗമാണ്. ലോകത്തെ ഓരോ 8 സെക്കൻഡിലും വെള്ളമില്ലാതെ ഒരാൾ മരിക്കുന്നു, ശുദ്ധവെള്ളമില്ലാതെ ഒരാൾ മരിക്കുന്നു. ലോകത്ത് ഓരോ 8 സെക്കൻഡിലും വെള്ളം മലിനമായത് ഉപയോഗിച്ചത് കൊണ്ട് മരിക്കാം. ലോകത്ത് 8 സെക്കൻഡിൽ ഒരാൾ, ഇന്നത്തെ കണക്കനുസരിച്ച് വെള്ളം മലിനമായതുകൊണ്ട് ശുദ്ധവെള്ളം കിട്ടുന്നില്ല. അതിനെ കാരണം ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പഠന റിപ്പോർട്ടാണ്. ഞാനിപ്പോൾ നെറ്റിൽ പരിശോധിച്ച ആർക്കും കാണാൻ കഴിയും. ലോകത്ത് 1 സെക്കൻഡിൽ ഒരാൾ മരിക്കുന്നുണ്ട് ശുദ്ധമായ വെള്ളം കിട്ടാത്തത് കൊണ്ട്. ഇത് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുസ്തഫ നബി നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിലനിൽക്കാൻ ആവശ്യമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് ലോകം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നമ്മൾ ഈ വിഷയത്തിൽ കാര്യഗൗരവം കണ്ണു തുറക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളമില്ലായ്മയാകുന്നു. അങ്ങനെ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. 1950 മുതൽ ആഗോള ജലോപയോഗം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വരുന്ന 20 വർഷങ്ങൾക്കകം ഇപ്പോൾ 40% ജലത്തിൽ അമിതമായ ഉപയോഗം ഇനിയും വരും. ഇപ്പോൾ തന്നെ 950 ശേഷം ലോകത്തുള്ള വെള്ളത്തിന്റെ 3 ഇരട്ടി വെള്ളത്തിന് വീണ്ടും ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുതന്നെ ഇനി വരുന്ന 20 വർഷത്തിനുള്ളിൽ ഇനിയും 40% ഇരട്ടി ഉപയോഗം കൂടും. 2025 വെള്ളമില്ലായ്മ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ആളുകൾ ഇപ്പോഴുള്ള 470 മില്യണിന് 3 ബില്യൺ വരെ വർദ്ധിക്കും. വളരെ നമ്മൾ ഇനിയും, അഥവാ ഏകദേശം അനവധി ആളുകൾ, കുറച്ചൊന്നുമല്ല, ശുദ്ധവെള്ളമില്ലാത്ത ആളുകൾ ഇനിയുമുള്ളതിന്റെ 3 ഇരട്ടി ലോകത്ത് വർദ്ധിക്കാൻ പോവാണ്. 2035 ആകുമ്പോഴത്തിന് ഈ ഭൂമിയിൽ ശുദ്ധവെള്ളമില്ലായ്മ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. ഇതൊക്കെ ലോകം അംഗീകരിക്കുന്ന അതിപ്രധാനപ്പെട്ട പഠന റിപ്പോർട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തെ മൊത്തം വെള്ളത്തിന്റെ വളരെ കുറഞ്ഞ 1% താഴെയാണ് ഇതുവരെ വെള്ളം ലോകത്ത് ശുദ്ധവെള്ളമായി നിലനിന്നിരുന്നത്. പക്ഷെ അതും തന്നെ ലോകത്ത് നിന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. വലിയൊരു പാഠമാണിത്. ഇതിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ തരട്ടെ. എന്നാൽ ഈ വെള്ളങ്ങളൊക്കെ അല്ലാഹു തആല മനോഹരമായി ഫസലഖഹു യനാബിഅ ഫിൽ അർളി എന്ന് പറഞ്ഞല്ലോ. ഭൂമിയിലെ ഉറവകൾ, ശുദ്ധമായ വെള്ളം അല്ലാഹു തആല നിക്ഷേപിച്ചിരുന്നു. ഇതിന് അല്ലാഹുവിന് ഒരു കണക്കുണ്ട്. ഇത് ചില ആളുകൾ നാശാക്കുമെന്ന് മുസ്തഫ നബി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടാം. നല്ല പോലെ മനസ്സിലാക്കണം. അല്ലാഹു നാഫിയായ തരട്ടെ. ഇതിൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കൻനാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. സൂറത്തുൽ മുഅ്മിനൂന ആയത്ത് നമ്പർ 17. ശ്രദ്ധിക്കുക, ഇതൊരു വാക്കാണ്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കൻനാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഒരു പ്രത്യേക കണക്കിൽ മാത്രമേ വെള്ളമിറക്കുകയുള്ളൂ. വെള്ളം കൂടുതൽ ഇറക്കൂല. അതിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കണക്കുണ്ട്.
ഭൂമിയിൽ അത് അല്ലാഹു തആല വസിപ്പിക്കും, താമസിപ്പിക്കും. പക്ഷെ ഈ ഖദറിൻ ഒരു ഖദറിൽ മാത്രമേ ഈ ഭൂമിയിലുണ്ട്. അത് മലിനമാവുകയോ ശുദ്ധമാവുകയോ അത് മനുഷ്യൻ നോക്കേണ്ടതാണ്. പക്ഷെ ഭൂമിയിലേക്ക് അള്ളാഹു നൽകുന്ന ഈ വെള്ളത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം അള്ളാഹു തആല ഭൂമിയിൽ വെള്ളം നൽകില്ല. രണ്ടാമത്തെ കാര്യം, ആ വെള്ളത്തെ ഇല്ലാതെയാക്കാൻ എനിക്ക് കഴിയും. ഈ വെള്ളം ഇല്ലാതാവും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു നമ്മെ കാക്കട്ടെ. രണ്ട് നിലക്ക് ഇല്ലാതെയാകാം. ഒന്ന്, വെള്ളം തന്നെ ഇല്ലാതെയാവുക, അതൊരു വൈബിയായ വിജ്ഞാനാണ്. അള്ളാഹുവിനെ ആ മഹ്ലൂക്കിനാണ് ഇല്ലാതെയാക്കാം. അതിന് അള്ളാഹ് അത് മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും. അത് മുഅ്മിനീങ്ങൾക്ക് ആ വെള്ളം ഇവിടെ ഭൂമിയിൽ ഇല്ലാതെയാവില്ല. വാട്ടർ സൈക്ലിംഗ് കൃത്യമായി നടക്കുന്ന ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം അവിടെ ചിന്തിക്കണ്ട. അതൊക്കെ ഇല്ലാതെയാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതില്ലാതാക്കാൻ പഠിച്ചവന് കഴിയും. കാരണം എന്തുകൊണ്ട്? വെള്ളത്തെ തന്നെ ഇല്ലാതാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. സൂറത്തുൽ മുഅ്മിനൂന അല്ലാഹു തആല 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ചില കാലഘട്ടങ്ങളിൽ ഭൂമിയിലെ ശുദ്ധവെള്ളമെല്ലാം ഇല്ലാതെയാവും. എന്നാൽ ശുദ്ധമുള്ള ഇല്ലാതെയാവുക, അല്ലാഹു തആല ശുദ്ധവെള്ളത്തെ ഇല്ലാതെയാക്കി ഭൂമിയിലെ വെള്ളം മലിനമാവുക. ഭൂമിയിൽ പ്രത്യക്ഷമാകുമ്പോഴാണ്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത്. എല്ലാവരും ചിന്തിക്കണേ. യജൂജ് മഅജൂജ് എന്ന് പറയപ്പെടുന്ന വിഭാഗം ലോകത്ത് സത്യത്തിൽ എന്താണ്? യൂറോപ്പ് മുതൽ, അതായത് മംഗോളിയ, റഷ്യ, ഇവിടെയൊക്കെയുള്ള ജനങ്ങളാണെന്ന് വളരെ ആ യജൂജ് മഅജൂജിന്റെ പഠനം കൂടി ചേർത്ത് നോക്കിയാൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. അവർ വഴിയാണ്, അവരുടെ കാലഘട്ടത്തിലാണ് ശുദ്ധവെള്ളം ഭൂമിയിൽ ഇല്ലാതാവുക. അതിന് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? സത്യത്തിൽ വ്യാവസായിക വളർച്ചയാണ് വെള്ളം നാശാകാനുള്ള അടിസ്ഥാന കാരണം. രാസപദാർത്ഥങ്ങളും മറ്റും കൊണ്ടാണ് വെള്ളം മലിനമായത്. ഇത് മുഴുവനും കൊണ്ടുവന്നത് ആരാണ്? യൂറോപ്യന്മാരാണ്. അതാണ് യജൂജ് മഅജൂജ്. വെള്ളം മലിനമാകാൻ കാരണം യൂറോപ്യരാണ്. അവരെ നമ്മൾ പിൻപറ്റുകയും ചെയ്തു. അവരാകട്ടെ എന്ത് ചെയ്തു? നമ്മളെ വെള്ളത്തെ കബ്ജ ചെയ്ത് പിടിച്ചടക്കുക. ഒരു നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, ജപ്പാൻ കുടിവെള്ളം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുഴലുണ്ടാക്കി കാത്തിരിക്കുക. നമ്മൾ സത്യത്തിൽ എന്തായി ജപ്പാൻ കുടിവെള്ളം? നമ്മളെ വെള്ളം നമ്മൾ ജപ്പാനികൾക്ക് വിറ്റ്. അങ്ങനെ ലോകത്ത് 263ഓളം പുഴകൾ ഇങ്ങനെ വിൽക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ വിഷയത്തിൽ ഉടമസ്ഥത അവകാശങ്ങൾ തർക്കങ്ങളിലുമായിട്ട് നിലനിൽക്കുന്ന പുഴകൾ 263ഓളം പുഴകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വലിയ ശക്തമായ പാഠങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ജപ്പാൻ, ഇതിലൊക്കെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം. ജപ്പാന്റെ വെള്ളം, ജപ്പാന്റെ റോട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് നമുക്ക് വില കൊടുത്താൽ മതിയോ? നേരെ മറിച്ച് നമ്മളെ വെള്ളം നമ്മൾ ജപ്പാന് വിൽക്കുക എന്ന് പറഞ്ഞത് ഒരു നിലക്കൊരു നല്ല പ്രവർത്തനമല്ല. എന്തുകൊണ്ടാണ്? എന്തിനാണ് ജപ്പാൻ നമ്മുടെ വെള്ളം? ഇനി എന്താ ഉണ്ടാവുക? നമ്മളെ വെള്ളം നമ്മുടെ ജലസ്രോതസ്, ആ ജലസ്രോതസ്സിന് സത്യത്തിൽ നമ്മൾ ജപ്പാന് വില കൊടുക്കണം. അത് നമുക്ക് ജപ്പാൻ ബോട്ടിൽ വെള്ളമാക്കി തരും. ഇത് ഈ അടുത്ത കാലത്ത് ഇവിടെ നടക്കാൻ പോണതാണ്. അത് ബോട്ടിൽ വെള്ളമാക്കിയിട്ട് പൈപ്പ് വെള്ളമാക്കിയിട്ട് തരും. പിന്നെ അവർക്ക് തോന്നിയതുപോലെയൊക്കെ ആക്കും. കാരണം അതിന് ഇത്ര കൃത്യമായി ഇത്ര കൊല്ലത്തിന് എന്ന കരാറുണ്ടാകും. വെള്ളത്തിന് ഈ അടുത്ത കാലഘട്ടത്തിലാണ്, ഒരു 50 വർഷത്തിനിടയിലാണ് ലോകത്ത് ഇങ്ങനെയുള്ള നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളത്തിന് വേണ്ടി കടിപിടി കൂട്ടുക. ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഇത്തരം പ്രവചനങ്ങളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളത് കൊണ്ടായിരിക്കുമെന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളാകട്ടെ, വികസ്വര രാജ്യങ്ങളാകട്ടെ, ഈ വിഷയത്തിൽ കാര്യമായി ശ്രദ്ധിക്കാത്ത ജനങ്ങളുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ റഷ്യ, അതേപോലെ തന്നെ മംഗോളിയ, ഇവിടെ നിന്നൊക്കെ താഴേക്കിറങ്ങുന്ന ജനങ്ങളാണ്. ഇവർ താഴേക്കിറങ്ങുന്ന കാലഘട്ടത്തിലാണ് ഈ നാടുകളിലെ ഏതാണ് യജൂജ് മഅജൂജ് എന്നാൽ ഒന്നേതാ? യൂറോപ്പിന്റെ മൊത്തം ഭാഗങ്ങൾ. ഉദാഹരണം പറയാം, മംഗോളിയ, റഷ്യ, അതേപോലെ തന്നെ സ്പെയിൻ അങ്ങോട്ടുള്ള ബ്രിട്ടൻ അടക്കമുള്ള പ്രദേശങ്ങൾ. പിന്നെ അതിൽ നിന്നുള്ള സൊസൈറ്റിയാണ് സത്യത്തിൽ അമേരിക്ക, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. അതും യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ടതാ. യൂറോപ്പിനെ അമേരിക്കയെ തേടിപ്പോയതാ കൊളംബസ്. ഇന്ത്യയിലെത്തിയെങ്കിലും സത്യത്തിൽ കൊളംബസിന് ശേഷമുള്ള കൊളംബസാണ് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? അത് യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ട സൊസൈറ്റിയാ. അതും
നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ സമൂഹം തന്നെയാണ്. ആസ്ട്രേലിയ ഒരു യൂറോപ്യൻ സങ്കര സൊസൈറ്റി, അതൊക്കെ യൂറോപ്യരാണ്. അവര് ഈ ലോകത്തേക്ക് മുഴുവനും വരിക എന്നുള്ളതാണ്. ശുദ്ധവെള്ളം ലോകത്തില്ലാതെയാവും. പ്രധാനപ്പെട്ട ശുദ്ധവെള്ളം ഉണ്ടായിരുന്നത് ഏത് നാട്ടിലാണ്? ഏഷ്യയിലാണ്. ഏറ്റവും മനസ്സിലായി പറഞ്ഞു, ശുദ്ധവെള്ളത്തിന്റെ ഉറവ ഏഷ്യയിലാണ്. അതിന് കാരണവുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ നാഗരികതകൾ ഉള്ളത് എവിടെയാണ്? പഴയകാല നാഗരികതകൾ ഏഷ്യയിലാണ്. 4 വേദഗ്രന്ഥം ഏഷ്യയിലേക്ക് ചേർക്കപ്പെട്ടിടത്തുമാണ് 4 വേദഗ്രന്ഥമുള്ളത്. പ്രവാചകന്മാരിൽ 95% ഏഷ്യയിലാണ്. പ്രധാനപ്പെട്ട 5 റിവറുകളും അതും എവിടെ തന്നെയാണ്? സ്വർഗത്തിലെ 5 പുഴകളും എവിടെ തന്നെയാണ്? ഏഷ്യയിലാണ്. ഈ ശുദ്ധവെള്ളത്തെ ഇല്ലാതാക്കും ആര് പ്രത്യക്ഷമായാൽ? യജൂജ് മഅജൂജുകൾ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ. ഇത് വിശുദ്ധ ഖുർആൻ നേരത്തെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് നമ്മളെന്ന ഇത് ഒരു നിലക്ക് നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. നമ്മൾ വളരെ ചിന്തിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കണം. ഇനി എന്താണ് ഇതിനൊരു പരിഹാരമെന്ന്? ഇതിന് പരിഹാരം എന്താണെന്നറിയോ? വെള്ളം ജനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ജനസാന്ദ്രത ഇന്ന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അനാവശ്യമായ വെള്ള ഉപയോഗത്തിൽ ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിനസ്സമായി മാ ബിഖദരിൻ, ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഇറക്കും. ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ എന്തുണ്ട്? ശുദ്ധമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കും. പക്ഷെ എന്ത് ചെയ്യുന്നത്? മനുഷ്യക്കരങ്ങളാൽ നാശാക്കും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. മനുഷ്യൻ അവന്റെ കരങ്ങളാൽ ഇത് നാശമാക്കും. ഞാൻ ആ ഭാഗത്തേക്ക് വ്യക്തമായി ഒന്നുകൂടെ വരാം. ഇനി ഇവിടെ പരിഹാരം എന്താ? ഈ വെള്ളം ഇവിടെ നശിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്തുകൊണ്ട് പുഴയിൽ ഉറവ കമ്മിയായി? പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം മനുഷ്യനത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പുണ്യനബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയിലേക്ക് മടങ്ങണം. ഭൂമിയുടെ രക്തമാണ് സത്യത്തിൽ ശുദ്ധവെള്ളം. ഭൂമിയുടെ രക്തമാകുന്നു അത്. അതില്ലെങ്കിൽ ഒരിക്കലും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഇന്നത്തെ കെടുതികളെ പരിഹരിക്കണമെങ്കിൽ ഒന്നാമതായി അനാവശ്യമായ വെള്ള ഉപയോഗത്തെ നമ്മൾ തടയണം. അതിന് ജനങ്ങൾ എണീറ്റ് നിൽക്കേണ്ടത്, ജനങ്ങൾ ഇതിൽ ബോധവാന്മാരാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു ദിവസം 10,000 ലിറ്റർ ശുദ്ധവെള്ളം നശിപ്പിക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ കേരളത്തിൽ മാത്രം 12 പാർക്കുകളുണ്ട്. നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ അച്ചടിച്ച് വരും. അതിലേക്ക് നമ്മളെ ആളുകൾ കുട്ടികളെ കൊണ്ട് പോവുകയും ചെയ്യും. ഒരു ദിവസം അവിടെ നശിപ്പിക്കുന്ന വെള്ളം കേരളത്തിൽ മാത്രം ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ 10,000 ലിറ്റർ വെള്ളം പാഴാവും ഒരു ദിവസം. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞാനതിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആഹ്വാനം ഉണ്ടാക്കണില്ല. ഉണ്ടല്ലോ ഇല്ലേ? ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എന്തിനാ അത്? വലിയ പ്രകൃതിവാദികളായി ബുദ്ധിസഞ്ചി തൂക്കി നടക്കുന്നവർ വരെ ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, വലിയ പ്രകൃതിവാദികളായി നടക്കുന്നവരുണ്ട്. അവരിപ്പോ എന്താ ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് ഈ ലാവലിനൊക്കെ കൊണ്ട് അവരെന്താ ചെയ്തത്? അവര് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. അവര് വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ടാക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. ആര്? പ്രകൃതിവാദികള്, പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്നവർ. ഈ ബുദ്ധിസഞ്ചിയൊക്കെ തൂക്കി നടക്കുന്ന പ്രകൃതിവാദികളാണ് ഇന്ന് ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ആളുകൾ. ഞാൻ നീട്ടാട് കൂട്ടി വ്യക്തമായി പറയുന്നില്ല, പക്ഷെ ആളുകൾക്ക് തിരിയും ആരെപ്പറ്റിയാണ് ഈ പറഞ്ഞത്. അവര് പോലും അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുക. ഒരു പാർക്കിൽ ഒരു ദിവസം 10,000 ലിറ്റർ ശുദ്ധവെള്ളം നശിപ്പിക്കപ്പെടും ഒരു ദിവസം. അങ്ങനെ ഓരോ ദിവസം എത്ര ഉണ്ടായിരിക്കും? എവിടെ? കേരളത്തിൽ. അപ്പോൾ പിന്നെ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഹബീബാ നബി പറഞ്ഞു, വലാ തുസ്രിഫിൽ മാ, വെള്ളം ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. മുഹമ്മദ് നബി, സുബ്ഹാനല്ലാഹ്. ഈ വേദഗ്രന്ഥവും ഈ സന്ദേശവുമല്ല മനുഷ്യ അന്ത്യനാൾ വരെ നിനക്ക് ജീവിക്കാൻ ആധാരം. ഒന്ന് ചിന്തിച്ചു നോക്ക്. പുണ്യനബി പഠിപ്പിച്ചു, വലാ തുസ്രിഫിൽ മാ, വെള്ളം ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ പോലും. മനസ്സിലായില്ല? നല്ലപോലെ വെള്ളം ഇഷ്ടം പോലെ പോകുന്നുണ്ടെങ്കിലും ഒരത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ വെള്ളം എടുക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഇതൊന്ന് ചിന്തിച്ചോ, ഇതൊന്ന് മനസ്സിലായിക്കോ.
1 വാജിബ് പറ, 1 വാജിബ്, 2 സുന്നത്ത്, 3 സുന്നത്ത്, 4 പുഴയിലാണെങ്കിൽ 4ാമത്തെ വട്ടം കൈ കഴുകുന്നത്, മുഖം കഴുകുന്നത് പുഴയിലാണെങ്കിൽ പോലും കറാഹത്ത്. പിന്നെ വെള്ളം പരിമിതമായ സാഹചര്യത്തിലും വഖഫിന്റെ വെള്ളവുമാണെങ്കിൽ ഹറാമ്. വലാത്ത് വുളൂവിന്റെ കാര്യം പറഞ്ഞത്, വുളൂവിന്റെ കാര്യം പറഞ്ഞത് എങ്കിൽ ഇത് ഈ ഒരു ശാസ്ത്രത്തിലേക്ക് ലോകം മടങ്ങിയാൽ ലോകം രക്ഷപ്പെടും. ഇതിന് പരിഹാരം അതാണ്. മുഹമ്മദ് നബിയുടെ മെസ്സേജ് ലോകം സ്വീകരിക്കുക തന്നെ, അതന്നെയാണ് പരിഹാരം. അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതും. നമ്മളൊരു വിഷയമാണോ എന്ന് ചിന്തിക്കുന്നവരും നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. വലാ തുസ്രിഫ് ഫിൽ മാ, വെള്ളത്തിൽ ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ ഖാല റസൂലുള്ളാഹി, നീ സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളമെടുക്കാൻ പാടില്ല. കാന യഗ്തസിൽ ബിസ്വാഇൻ, ഒരു സാഴ് കൊണ്ട് ഹബീബാ നബി കുളിക്കും. അമ്യൂസ്മെന്റുകാർക്ക് ഏതായാലും ഇല്ല, കുളിക്കുന്നത് ഒരു സാഴ് എന്ന 2.5 ലിറ്റർ. എന്ത് റസൂലുള്ള കുളിക്കും. എത്ര? ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. എത്ര വെള്ളം കൊണ്ട് റസൂലുള്ള കുളിക്കാം? ആ 2.5 ലിറ്റർ വെള്ളം കൊണ്ട് കുളിക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി മുസ്ലിം തർക്കല്ല. കാരണം യത്തസിൽ സായിൽ തർക്കല്ല, തർക്കമില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഒരു സാഴ് വെള്ളം കൊണ്ടോ 2.5 ലിറ്റർ വെള്ളം കൊണ്ടൊക്കെ കുളിച്ചാൽ ജനാബത്ത് ഉയരുമെന്നാണ്. എടാ, ജനാബത്ത് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുളിക്കണമെന്ന് ലോകത്തിന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര? 2.5 ലിറ്റർ വെള്ളം കൊണ്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കും. കാന യതവല്ലഉ ബിമുദ്ദിൻ, അതിന്റെ 4/1 കൊണ്ട് ഒന്നെടുക്കും. അതായത് ഏകദേശം ഒരു 700 മില്ലി ലിറ്റർ കൊണ്ട്, അങ്ങോട്ട് പറ, ഒരു 700 മില്ലി ലിറ്ററിന്റെ ഉള്ളിൽ മതി വെള്ളം, മതി. നമുക്ക് ഒരു സാഴ് വെള്ളം കൊണ്ട് കൈ നനയൂല. മനസ്സിലായില്ല? നമുക്ക് റസൂലുള്ള കുളിച്ച വെള്ളം കൊണ്ട് നമുക്ക് മുൻകൈ തീരൂല. നമുക്ക് മുൻകൈ ഒന്ന് കഴുകി തീരണമെങ്കിൽ തന്നെ റസൂലുള്ള കുളിച്ച വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റൂല? മുൻകൈ കഴുകി തീരൂല. നമ്മൾ ഹബീബാ നബി കുളിച്ച വെള്ളം കൊണ്ട് നമുക്ക് മുൻകൈ കഴുകി തീരില്ല. എങ്ങനെ നമ്മൾ ഉണ്ടാവുക? അപ്പൊ ഈ സന്ദേശം നമ്മൾ വലിച്ചെറിഞ്ഞിട്ടില്ലേ? ഇതിലേക്ക് മടങ്ങണം ലോകം. ഇത് നിയമത്തിൽ എഴുതി വെക്കല്ല. മുഹമ്മദ് നബി ചെയ്തത് വെള്ളത്തിന്റെ അന്ത്യനാൾ വരെ, ഒന്ന് ചിന്തിക്ക്, അന്ത്യനാൾ വരെ നബിയാണല്ലോ ആര്? മുഹമ്മദ് നബി. അപ്പോൾ ഭൂമിയിൽ ഉണർന്ന് ചിന്തിക്ക്, ഭൂമിയിൽ സമൃദ്ധമായി ശുദ്ധവെള്ളമുള്ള കാലത്തെ നബിയുമാണ് മുഹമ്മദ് നബി. ലോകത്ത് സമൃദ്ധമായി ശുദ്ധവെള്ളം ഇല്ലാതാകുന്ന ഒരു കാലത്തെ നബിയുമാണ് ആര്? മുഹമ്മദ് നബി. അതിനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞു? അന്ന് പറഞ്ഞു മരുഭൂമിയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇത് ചിന്തിക്കേണ്ടത്? മുഹമ്മദ് നബി അന്ത്യനാൾ വരെ പ്രവാചകനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇതൊക്കെ മുസ്തഫ നബി വെറുതെ പറഞ്ഞതല്ല, ഇത് അല്ലാഹുവിന്റെ സന്ദേശമാണ്. ചിന്തിക്കണം. കാന യഗ്തസിൽ ബിസാഇൻ, ഒരു സാഴ് വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. വയതവല്ലഉ ബിമുദ്ദിൻ, അതിന്റെ 4/1 കൊണ്ട് 600-700 ഇടയിലുള്ള മില്ലി ലിറ്റർ കൊണ്ട് എന്താവും? ഹബീബ റസൂലുള്ളാഹ് ഒന്നും എടുത്ത് തീരും. മുസ്തഫ എന്നിട്ട് എന്തും ചെയ്യും? 3 വട്ടം കഴുകും ചെയ്യും. 3 വട്ടം കഴുകും. അനാവശ്യമായി വെള്ളം ഉപയോഗിച്ചു. നമ്മുടെ ഈ ആധുനിക ടെക്നോളജി വളർന്നപ്പോൾ സത്യത്തിൽ വെള്ള ഉപയോഗം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. ഒരാള് കക്കൂസിലൊക്കെ പോയാൽ, ഒരാള് കക്കൂസിൽ നിന്ന് പോയി വരുമ്പോഴത്തിന് സത്യത്തിൽ എന്തുണ്ടാവും? ഒരു 10 കുടുംബം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന വെള്ളം അതിന് പിന്നെ ഒഴുക്കി കളയുന്ന വെള്ളവും അല്ലാതെ ഒക്കെ ആയിട്ട് ചുരുക്കത്തിൽ ഒരു 10 കുടുംബം ജീവിക്കുന്ന വെള്ളം എന്താവുന്നറിയോ? ഒരൊറ്റ കക്കൂസ് പോക്കൊണ്ട് ഒരാൾക്കാൾ തീരും. പിന്നെ പഴയതുപോലെയല്ല. പഴയ കാലത്ത് ഒറ്റ വട്ടം ദിവസം കക്കൂസ് പോവുക. ഇന്ന് ഉറാബ് പോലെയാ, ഇന്ന് കാക്ക പോലെയാ. ഫുൾ ടൈം മനുഷ്യന്മാർക്ക് എന്താ വിഷയം? ഇവിടെ പരിപാടി ഉണ്ടാക്കിയപ്പോൾ തന്നെ വളരെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? കക്കൂസ് എവിടെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും തന്നെ കാര്യമായി ഒന്നും അകത്തേക്ക് ചെല്ലാത്ത സമയമാണ് ഏത്? റമദാൻ മാസം പകല്. അപ്പോൾ പിന്നെ രാവിലെ ഒന്ന് ഒഴിച്ചു പോന്നാൽ പിന്നെ വല്ലാതെ, എന്നാലും മനുഷ്യന്മാർക്ക് അത് ബാക്കിയാവുക. എന്തുകൊണ്ട്? അത് നമ്മളെ ക്ഷീണിച്ചുപോയി. ഒരു തവണ കക്കൂസിൽ പോകാൻ എത്ര വെള്ളം ചെലവാകും? വലാ തുസ്രിഫ് ഫിൽ മാ, അനാവശ്യമായ വെള്ള ഉപയോഗം ഇന്ന് കൂടി. ജനങ്ങൾ കൂടി, ജനസാന്ദ്രത വർദ്ധിച്ചു, ഈ ആളുകളുടെ ഉപയോഗവും കൂടി. ഇനി ഒരു വ്യക്തിയുടെ തന്നെ ഉപയോഗം കൂടി. ഒരു പാത്രം കഴുകാൻ എത്ര വെള്ളം വേണം? ഒരു പാത്രം കഴുകാൻ എന്താ നമ്മൾ ഇന്നത്തെ? ഇത് ഭൂമിയുടെ രക്താണ് എന്നൊരു ചിന്ത വേണ്ടേ നമുക്ക്?
സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ പോലും വെള്ളം ആവശ്യത്തിനേറെ എടുക്കരുത് കാല റസൂലുള്ളാഹി. എങ്ങനെ എന്ന് നമ്മളെ വീടുകളിലൊക്കെ ഉള്ള അവസ്ഥ, പൈപ്പ് അങ്ങോട്ട് തുറന്നു വെക്കുക, എന്നിട്ട് അങ്ങോട്ട് കഴുകുക. ഒരു പാത്രമൊക്കെ കഴുകും, ഒരൊറ്റ പ്ലേറ്റ് കഴുകുമ്പോഴത്തിന് ഒരു കുടുംബത്തിന് മുഴുവൻ കുളിക്കാനുള്ള വെള്ളം എടുക്കും ഇല്ലേ? ഒരു പ്ലേറ്റ് കഴുകുമ്പോഴത്തിന് ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യുക? അത് പരമാവധി പോയിട്ട് തുറന്നു വിടുക ചെയ്യുക അല്ലെ? അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ടാണ് അത് കഴുകുക. ഒരു പാത്രം കഴുകുമ്പോഴത്തിന് ഒരു 8-10 ആളുകളുള്ള ഒരു വീട്ടിലെ പാത്രം കഴുകുമ്പോഴത്തിന് എത്ര വെള്ളം. നേരെ മറിച്ച് ഈ ആധുനിക ടെക്നോളജി ഉപയോഗിക്കാത്ത കാലത്ത് ഇതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വെള്ളം സൂക്ഷിച്ചെടുക്കുക ഉമ്മാരും നല്ലോണം പറയും. എന്തുകൊണ്ട് മുക്കിയെടുക്കണം? വെള്ളം അവിടുന്ന് മുക്കി കൊണ്ട് അതിന് താഴെ മുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് നിനക്ക് അറിയില്ലാന്നാ പറയാ. ഇന്നിപ്പോ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാകെ കറണ്ട് ബില്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. അതാകട്ടെ കുഴലിന്റെ അടി കൂടെ പൈസ വരുന്നോണ്ട് ബേജാറുമില്ല. അല്ല, കറണ്ട് ബില്ല് ഓരോ സെക്കൻഡ് ഇങ്ങനെ മോട്ടർ ഇടുന്ന പ്രശ്നത്തിലുള്ള കറണ്ട് ബില്ലേ ഉള്ളൂ. കറണ്ട് ബില്ല് നമുക്ക് പേടിയില്ല. എന്തുകൊണ്ട്? ഇനി കറണ്ട് ഇല്ലെങ്കിൽ തന്നെ എല്ലാ വീട്ടിലും അഡീഷണൽ എന്തുണ്ട്? വേറെ പിന്നെ പമ്പ് വെച്ചിട്ടില്ലേ? എവിടെ അല്ലാത്തത്? എല്ലാ വീട്ടിലും പമ്പും പൈപ്പും സൗകര്യം വേറെയുണ്ട്. ഏതായാലും നമുക്ക് കുശാല്, ഒരു ബേജാറുമില്ല. ഈ സ്വിച്ച് കറണ്ട് ഇല്ലെങ്കിൽ മറ്റേ സ്വിച്ച് ഓഫാക്കി ശരിയാക്കുന്നു മാത്രം. എന്നാലും നമുക്ക് ബേജാറൊന്നുമില്ല. അവിടെ കൃത്യം കാര്യം നടക്കും. ഇതന്നെ അനാവശ്യമായി വെള്ളത്തിൽ തൊട്ടുപോകരുത്. അത് ഭൂമിയുടെ രക്തമാകുന്നു ഹബീബായ നബി പഠിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ വിഷയമാണ്. അപ്പൊ ഈ വിഷയം ലോകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ലോകത്തിന് പഠിപ്പിക്കേണ്ടതും മുസ്ലിമീങ്ങളാണ്. പക്ഷെ തീരെ ബോധമില്ലാതായാലും ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങളാണ്. നല്ലോണം നമ്മളെല്ലാവരും ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇത് ഭൂമിയിൽ രക്തമാണ്. ഇത് ഈ നിലക്കട് പോയാൽ അടുത്ത തലമുറക്ക് ഇത് ഭൂമിയിൽ ബാക്കി വെക്കണ്ടാവില്ല എന്ന്. അങ്ങനെയാണ് അതേപോലെ തന്നെ വലിയ വിഷയമായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ സ്ഥലത്ത് ഒരു കിണർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്ന് നോക്കൂ നിങ്ങൾ, 5 സെന്റിൽ കിണറാണ്. ഓരോ അല്ലേ 5 സെന്റിലെ കിണറാണ്. നിങ്ങൾ ചിന്തിക്കുക. ഭൂഗർഭജലം കാര്യമായുള്ളത് ഭൂഗർഭജല, അത് വലിച്ചെടുത്ത് ഊറ്റി തീർക്കാം, എന്നിട്ട് അത് മലിനമാക്കി കളയാം. ഈ വിഷയത്തിലൊക്കെ താത്വികമായ പഠനത്തോട് ആധുനിക ശാസ്ത്രചിന്തകന്മാരോട് യോജിച്ച് സഹകരിച്ച് ഇതിന് തീരുമാനമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് പറയാൻ പറ്റൂല. പരിസ്ഥിതിവാദികളിൽ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ പരിസ്ഥിതിവാദികൾ നമ്മളാണ്. എന്തുകൊണ്ട്? നമ്മളെ പഠിച്ചോണ്ട് തന്നെ ഇതല്ല, ഇത് അല്ലാഹുവിന്റെ അല്ല, നമ്മൾ നാശാക്കാൻ പാടില്ല. ഇത് പാടില്ല എന്ന് മുസ്തഫ നബി പഠിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതി തന്നെ അങ്ങനെ എഴുതി വെക്കുകയല്ല. അത് ഹബീബായ നബിയുടെ രീതിയായിരുന്നു. അതുകൊണ്ട് ചുരുക്കത്തില് വെള്ളത്തിന്റെ ഇന്നത്തെ ഈ നിലവാരത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ ലോകത്തിന് ഇനി വല്ലാതെ മുന്നോട്ട് കഴിയില്ല. 21-ാം നൂറ്റാണ്ടിൽ യുദ്ധമുണ്ടാവും, വെള്ളത്തിന് വേണ്ടി യുദ്ധമുണ്ടാകും എന്ന് അല്ല, സ്വർണത്തിന്റെ ജിറാബ് കൊണ്ട് ആളുകൾ നടക്കും, എന്നിട്ട് വെള്ളം കിട്ടാതെ മടങ്ങി വരും എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ശുദ്ധമായ വെള്ളത്തെ ആർക്കാണ് മനുഷ്യരെ അള്ളാഹു പിൻവലിച്ചാൽ മടക്കിക്കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യം വീണ്ടും ആ സൂറത്തു ശാഫിഅത്തിന്റെ 30-ാമത്തെ ആയത്തിൽ വീണ്ടും ഞാൻ ഈ വിഷയത്തിൽ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇത് ചിന്തിക്കണം. പഴയ കാലത്തെ ഉസ്താദ്മാർ പറയാറുണ്ട്, ഈ ആയത്തിനൊക്കെ ചിലപ്പോൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വരും ഓരോ കാലത്തും. ഇത് അന്ത്യനാൾ വരെയുള്ള ആയത്താണ്. ഓരോ കാലത്ത് ആ ആയത്തിന്റെ ശൈലി അങ്ങോട്ട് വികസിക്കും. അതിനൊരുപാട് ആ രൂപത്തിലാണ് ആയത്തിനൊക്കെ അള്ളാഹു തആല ഘടിപ്പിച്ച ഘടന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. സൂറത്ത് റൂമിന്റെ 41-ാമത്തെ. ഓരോ കാലഘട്ടത്തിലും കടലും കരയും ഇതാ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നാശമാക്കിയതല്ല. ബിമാ കസബത് അയ്ദിൻ നാസ്. ഇത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിന്റെ വാതിൽ കരയും കടലും മനുഷ്യൻ നാശാക്കി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നാശാക്കിയിട്ടില്ല. ആര് നാശാക്കി? സൂറത്തുർ റൂം 41-ാമത്തെ വചനം അല്ലാഹു പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. കരയും കടലും മനുഷ്യൻ നാശാക്കി.
എന്ന് അതോരോ ദിവസവും മനുഷ്യൻ നാശാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ നിലക്ക് പോയാലും ഇവിടെ ജീവന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. എന്തേ വിഷയം? ഒന്ന്, വെള്ളമില്ലാതെ ജീവനില്ല. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. ഏതൊരു ജീവിയെയും ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ വീണ്ടുണ്ടായത് വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ അർബഅ വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഅ. സൂറത്തുൻ നൂർ. ഏതൊരു ജീവിയെയും, അത് 4 കാലുള്ള ജീവിയായാലും 8 കാലുള്ള ജീവിയായാലും 2 കാലില്ലാത്തുള്ള ജീവിയായാലും ഇനി കാലില്ലാത്ത ജീവിയായാലും അല്ലാഹു തആല വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഏത് ജീവിയെയും അല്ലാഹു തആല പടച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്ന്. ഇനി ഭൂമി പടച്ചതല്ലല്ലോ ആദം നബിയെ അലൈഹിസ്സലാം, എന്നാലും പടച്ചത് വെള്ളത്തിലാണ്. കാന ആദമ ബൈനൽ മാഇ വത്വീൻ എന്ന ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നബി എങ്ങൾ നബിയായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കാന ആദമു ബൈനൽ മായി വത്വീൻ. ഭൂമി പടച്ചതല്ല ആദം നബിയെ, പക്ഷെ എന്തുണ്ട്? വെള്ളമുണ്ട്. എന്നാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ നബിയായതെന്ന് മുസ്തഫ നബിയോട് ചോദിക്കവേ ഹബീബായ നബി പറഞ്ഞത് കാന ആദമു ബൈനൽ മായി വത്വീൻ. വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിൽ ആദം കടന്നപ്പോഴും ഞാൻ നബിയായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കരയും കടലും നാമവിശേഷമാകുന്ന വിഷയം നമ്മൾ ലേശൊന്ന് പഠിക്കൽ നല്ലതാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ മറ്റു ചെടികൾ, വൃക്ഷങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തൽ ആവശ്യം. ഇത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള സാധന. ഇത് ജന്നത്താണ്, ഇത് സ്വർഗ്ഗാണ്. ഇത് അനുഭവിക്കാൻ വേണ്ടി തന്നെ. ഇത് നമ്മുടെ നരകമാകാൻ പാടില്ല. ഫലിയൻളുരിൽ ഇൻസാനു ഇലാ ത്വാമിഹി أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനോഹരമായ വെള്ളമിറക്കിയത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയെ അല്ലാഹു തആല ഫലഭൂയിഷ്ഠമാക്കിയത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൽ വൃക്ഷങ്ങൾ ഉണ്ടാക്കിയത്. മതഅല്ലക്കും, നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. വലിയഅൻആമിക്കും, ഈ ലോകത്തുള്ള മൃഗങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നതാണ്. അത് കരയും കടലും നാശമായാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിക്കാം. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചൂട് ലോകത്ത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് വെള്ളത്തെയും നിലവിലുള്ള ഭാവിയെയും രീതിയെയും ഒക്കെ വളരെ പേടിക്കേണ്ട വിഷയത്തിലേക്ക് ലോകം നീങ്ങുക. ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരളവോളം മനുഷ്യർക്ക് കഴിയും. പക്ഷേ വലിയ നാശത്തിലേക്ക് ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ ഗ്ലോബൽ വാർമിംഗ് എന്നത് സത്യത്തിൽ ഇന്ന് വലിയൊരു വിഷയമാണ്. ആ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ്. നമ്മൾ ഈ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹറി എന്ന ആയത്ത് ഇന്ന് ഗ്ലോബൽ വാർമിങ്ങുമായി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ആയത്താണ്. വിദ്യാർത്ഥികൾ, പണ്ഡിത വിദ്യാർത്ഥികൾ, ഭൗതിക സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത് ഗൗരവമായ ഒരു പഠനം നടത്തൽ ആവശ്യമാണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന വലിയ പ്രശ്നമാണ്. അല്ല, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോക്കൂ നിങ്ങൾ സത്യത്തിലെ ലോകത്തെ കാർബൺ ലോകത്തിൻ്റെ ജീവന്റെ നിർമ്മാണത്തിന്റെ അടിത്തറയാണ്. ലോക ജീവൻ നിർമ്മാണത്തിന്റെ അടിത്തറയാണ് സത്യത്തിൽ 4 മൂലകങ്ങൾ. അതിൽ അടിസ്ഥാന മൂലകം, 4ാമത്തെ മൂലകമാണ് കാർബൺ. ഓക്സിജന്, സിലിക്കണ്, അലുമിനിയം, അതേപോലെ തന്നെ കാർബൺ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഭൂമിയിലെ ജീവനിർമ്മാണത്തിന്റെ അടിസ്ഥാനമായ 4ാമത്തെ മൂലകമാണ് സത്യത്തിൽ കാർബൺ. ഇതൊന്നുകൂടി കാസറ്റിൽ വിശദീകരിക്കും. ഇപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ട ആളുകൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ റിപ്പോർട്ട് എടുത്ത് കാണിക്കുകയാണ്. ഒന്നുകൂടി കാസറ്റിൽ വിശദീകരിക്കാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഇത് ഗൗരവമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഭൂമിയുടെ
ഈ കാർബൺ എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചമാകെ അത് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഭൂമിയാകെ, പ്രപഞ്ചമാകെ, അതിന്റെ അറ്റ്മോസ്ഫിയർ, എവിടെയും കാർബൺ ഇല്ലാത്ത ഒന്നുമില്ല. കാർബൺ ഇവിടെ വളരെ പ്രധാനം. നാലാമത്തെ, പ്രപഞ്ച ജീവൻ നിർമ്മാണത്തിന്റെ അടിസ്ഥാന മൂലകമായ ഈ കാർബൺ പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. കാർബണിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. വിശദമായ ചർച്ചയ്ക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ ലോകത്തെവിടെയും കാർബൺ ഉണ്ട്. ഈ കാർബൺ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായിട്ട് ഇങ്ങനെ തുലനം ചെയ്ത് നിൽക്കണം. ആ തുലനം ചെയ്യലാണ് സത്യത്തിൽ ഭൂമിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കണേ. നമ്മൾ പഠിക്കേണ്ട ഒരു ഗൗരവമുള്ള കാര്യമുണ്ട്. അള്ളാഹുവിന് ആദ്യം ഭൂമിയെ പഠിച്ചപ്പോൾ ഭൂമി വാസയോഗ്യമായിരുന്നില്ല. ഉണർന്നിങ്ങനെ ചിന്തിക്ക്. ആദ്യം ഭൂമി പഠിച്ചപ്പോൾ ഭൂമി വാസയോഗ്യമല്ല. അല്ലാഹു തആല ഭൂമിയെ പഠിച്ചപ്പോൾ ഭൂമി മനുഷ്യയോഗ്യവാസമല്ലാത്ത കളി ഭൂമിക്കുണ്ടായി. അങ്ങനെയാണ് പർവ്വതങ്ങളെ, മനോഹരമായ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. ഇത് ഭൂമിക്ക് ആണ്. ഭൂമി ഈ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ തൊട്ടിലാകണമെങ്കിൽ അതിൻ്റെ കൃത്യമായ നിലയിൽ അതിൻ്റെ വൃക്ഷത്തോടെയും പാറകളോടും കൂടെയും നിലനിൽക്കണം. എന്ത്? പർവ്വതം കാടോടുകൂടി നിലനിൽക്കണം. അതേപോലെ തന്നെ പാറകൾ കൃത്യമായി നിലനിൽക്കണം. ഇത് രണ്ടിനും വംശനാശം വന്നുകൊണ്ടിരിക്കണം. സത്യത്തിൽ ഒന്നിരിക്കൽ അറ്റ്മോസ്ഫിയറിലാകും കാർബൺ, അല്ലെങ്കിൽ ഭൂമിയിൽ ഒന്ന് ചെടി, പാറ, സമുദ്രം, ജീവികൾ. ഇങ്ങനെയാണ് കാർബൺ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജിയോളജിക്കൽ, ബയോളജിക്കൽ ബേസാണ്. ഭൂമിക്ക് മുകളിൽ ഒന്നിരിക്കൽ അത് ചെടികൾ, പാറ, പർവ്വതങ്ങൾ, വെള്ളം, അതിൽ കാർബൺ ഉണ്ടാവും, ജീവികളിൽ ഉണ്ടാവും. പിന്നെ ബാക്കി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. അതതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് പ്രകൃതി ലോകം അതിൻ്റെ കൃത്യമായി നിലനിൽക്കുക. അതെവിടെയെങ്കിലും കൂടിയോ കുറയോ ചെയ്താൽ പ്രകൃതിക്ക് വലിയ നാശങ്ങൾ ഉണ്ടാവും. ഇത് അല്ലാഹു തആല നേരത്തെ സംവിധാനിച്ചതാ. അതാണ് അലം നജഅലിൽ അർള മിഹാദാന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞിട്ടും ഈ വാസയോഗ്യമായിട്ട് ആണികളായി പടച്ചതാണ്. എന്തിന്? പർവ്വതങ്ങളെ. പർവ്വതത്തെ നശിപ്പിച്ചതിന്റെ പേരിൽ ഒരു ജനതയെ അല്ലാഹു തആല തകർത്തിട്ടുണ്ട്. അറിയില്ലേ? വൽഫജ്രി വലയാലിൻ അശ്റു വശഫഇ വൽവത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിത്ലുഹാ ഫിൽ ബിലാദ് وثمود الذين എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാധനം വരും. ഏത്? JCB. പാറ മുതലാളിമാരൊക്കെ ഉണ്ടെങ്കിൽ തെറ്റരുതേ. കോറി മുതലാളിമാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. എന്തിനാണ്? വളരെ റീസണബിൾ ആയിട്ടാണ് അവിടെ ആയത്ത് കൊണ്ടുവരുന്നത്. സാലിഹ് നബിയോട് എതിർത്ത ജനതയെ നശിപ്പിച്ചു എന്ന് പറയേണ്ടടുത്ത് പാറ നശിപ്പിച്ചു എന്നാണ്. അപ്പൊ രണ്ടും റീസണാണെന്നാണ് മനസ്സിലാവുന്നത്. ഒന്ന് ധർമ്മത്തെ അവർ കയ്യേറി, ഒന്ന് പ്രകൃതിയെ കയ്യേറി. ഷംസിൽ ധർമ്മത്തെ കയ്യേറി, ഫജ്റിൽ പ്രകൃതിയെ കയ്യേറി. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ രണ്ട് കയ്യേറിയത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അവിടെ ധർമ്മത്തെ കയ്യേറി സൂറത്തു ഷംസിൽ. അതിന്റെ മുകളിലുള്ള സൂറത്താണ് ഫജ്ർ. ഫജ്റിൽ അവരെന്തിനെ കയ്യേറി? പ്രകൃതിയെ കയ്യേറി. അവർ രണ്ട് കയ്യേറ്റം അവർ അറിയുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ രണ്ടും ചെയ്യുന്നുണ്ട്. ധർമ്മത്തെ കയ്യേറിയിരിക്കുന്നു, പ്രകൃതിയെ കയ്യേറിയിരിക്കുന്നു. ഇഞ്ഞെന്താ ഇതിന്റെ ബാക്കി? മനുഷ്യൻ അല്ലാഹു തആല ശിക്ഷ ഏർപ്പെടുത്തുന്നു. ഏതാ ശിക്ഷ? ഇന്നുള്ള കേട്ടോ, ശിക്ഷ കേട്ടോ. മനുഷ്യനും പ്രകൃതി നശിച്ചത് കൊണ്ടാണ് ക്യാൻസറിന്റെ 100% മഹാമാരിയ ക്യാൻസർ. നമ്മളെ കാക്കട്ടെ അല്ലാഹു. നമ്മളെ ക്യാൻസർ പാട്ടറിന് പിടിക്കാൻ ലോകത്താണ്. എന്താ കാരണം? പ്രകൃതി നശിച്ചു, അറ്റ്മോസ്ഫിയർ നശിച്ചു മാത്രം. ഭയങ്കര തമാശ.
ഇത് ഞാനറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ആരാ ഇന്ന് എല്ലാവരും ക്യാൻസറിന്റെ ആളുകൾ? ക്യാൻസർ 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 ക്യാൻസർ. അതിന്റെ പുറമേ ഉണ്ട് പ്രകൃതിയിലെ തള്ളൽ, കൊടുങ്കാറ്റുകൾ. അതിന്റെ പുറമേ ഉണ്ട് ഇനി കൊടുങ്കാറ്റൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലത്തെ നാട്ടിൽ കൊടുങ്കാറ്റുമില്ല, സുനാമി ഇല്ല, അൽഹംദുലില്ലാ, എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള നാട് നമ്മളാണ്. പഠിക്കേണ്ട വിഷയ ഈ അറ്റ്മോസ്ഫിയർ. ഇത് കാർബണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ പ്രധാനമായി നിൽക്കേണ്ടതാണ്. കാർബണാണ് ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ സന്തുലിത ഒന്നിരിക്കലും അറ്റ്മോസ്ഫിയറിൽ വേണം, അല്ലെങ്കിൽ ഭൂമിയിൽ വേണം. ഭൂമിയിലാകുമ്പോൾ അതിന് ജിയോളജിക്കൽ ബയോളജിക്കൽ ബേസാണുള്ളത്. അതായത് ഒന്നിരിക്കൽ അത് ചെടികളിലെ, പർവ്വതങ്ങളിലെ, വൃക്ഷങ്ങളിലെ, പാറകളുടെ ഉള്ളില്, അതേപോലെ തന്നെ സമുദ്രങ്ങളിലായി അത് നിലനിൽക്കും. നല്ല ഒരളവിൽ നിലനിൽക്കുന്നത് വൃക്ഷങ്ങളിലാണ്. വൃക്ഷത്തിന്റെ 50% കാർബണാണ്. അപ്പൊ ഇവിടെ ഇത് തകർന്നാൽ എന്തുണ്ടാവും? സ്വാഭാവികമായും കാർബണിന്റെ തോത് അന്തരീക്ഷത്തിൽ ഉയരും. കാർബണിന്റെ തോത് അന്തരീക്ഷത്തിൽ ഉയർന്നു പോയാലോ ഭൂമിയിൽ ചൂട് കൂടും. ഭൂമിയിൽ ചൂട് കൂടിയാലോ രണ്ട് നാശം ഉണ്ടാവും. ഒന്ന്, ഭൂമി ഒരിക്കലും മനുഷ്യന്മാർ ജീവിക്കാൻ കഴിയാതെയാവും. രണ്ട്, ഒരുപാട് ഭൂമി വെള്ളത്തിനടി പോകും. ധ്രുവങ്ങളിൽ മഞ്ഞുരുകും, മനുഷ്യനറിയാവും. ഇതൊക്കെ ഖുർആൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളറിയില്ല, അതൊക്കെ വെറുതെ ശാസ്ത്രജ്ഞന്മാർ പറയാന്ന് പറയണ്ട. അതൊക്കെ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മളെന്ന ഈ ഭൂമിയിൽ, ഈ ഭൂമിക്ക് മുകളിൽ കാർബൺ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് പാറകളും ഒന്ന് വൃക്ഷങ്ങളും. ഇത് രണ്ടിനും ഇന്ന് ലോകത്ത് നിലനിൽപ്പില്ലാതെയാവുക. ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഈ പ്രകൃതി, അല്ലാഹു തആല നേരത്തെ മനോഹരമായി സംവിധാനിച്ച ഒരു പ്രകൃതിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു ഭൂമിയെ മനുഷ്യൻ നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. സമുദ്രങ്ങള്, ചെടികള്, മണ്ണ്, ഭൂമിയിലാകെ എവിടെയും പ്രപഞ്ചത്തിൽ അത് നിറഞ്ഞൊഴുകുകയാണ്. കാർബൺ, പ്രത്യേകിച്ച് CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്, അതിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പ്രപഞ്ചത്തിൽ എവിടെയും അതുണ്ട്. അതിനാണ് സത്യത്തിൽ അതാണ് ആ കാർബൺ അടങ്ങുന്ന വാതകങ്ങൾ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് സത്യത്തിൽ അതാണ് ഹൗസ് പ്രഭാവം. അതാണ് സത്യത്തിൽ ഓസോൺ പാളികൾ എന്ന് പറയുന്നത്. ആ ഓസോൺ പാളികൾ അതതിൻ്റെ അർത്ഥത്തിലും രീതിയിലും നിലനിന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും ആ കാർബൺ അതിൻ്റെ അളവിൽ നിലനിൽക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളെ നിയന്ത്രിക്കാൻ അതിന് കഴിയും. ഭൂമിയിൽ ചൂട് വരാതെ, കരിഞ്ഞു പോകാതെ ശക്തമാണ് സൂര്യൻ, അത്രയും ശക്തമാണ്. 15 കോടി കിലോമീറ്റർ ദൂരെയാണ് അത് ഭൂമിയിൽ നിന്ന് നിലനിൽക്കുന്നതെങ്കിലും, 15 കോടി കിലോമീറ്റർ ദൂരെയാണ് അതുള്ളതെങ്കിൽ പോലും സത്യത്തില് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോളമാണ്. ആ ഗോളം അതിന്റെ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നതിനെ ശക്തമായി തടഞ്ഞു നിർത്തുന്നത് ഈ ഗ്രീൻ ഹൗസ് പ്രഭാവമാണ്, കാർബൺ അടക്കമുള്ള. എന്നാൽ അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോയാലോ അൾട്രാവയലറ്റ് രശ്മികൾ നേരെ ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ ചൂട് കൂടും. അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കാം. സുബഹി നിസ്കരിക്കുമ്പോൾ വരെ ഫാൻ ഇടണം. എന്നാലും ഫാൻ ഇട്ടാൽ നോക്കൂ നിങ്ങൾ, AC വെച്ച എത്രയോ പള്ളികൾ കേരളത്തിലുണ്ട്. AC വെച്ച പള്ളികൾ കേരളത്തിലുണ്ട്. അതൊക്കെ നിത്യസംഭവമായി. AC ഇല്ലാതെ ഉറങ്ങാൻ കഴിയില്ല. നീ AC-യോ ഈ AC ഫ്രിഡ്ജ് പോലെയുള്ളത് പുറത്തേക്ക് തള്ളുന്ന ഈ ഇന്നത്തെ കാർബൺ ആകട്ടെ അത് അന്തരീക്ഷത്തെ വീണ്ടും മലിനപ്പെടുത്തുകയാണ്, വീണ്ടും കട്ടിക്കൂട്ടുകയാണ്. ചൂട് ശക്തമായി ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുക. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇത് വളരെ അപ്പോൾ പിന്നെ എന്തുണ്ടാവും? കാർബണിന്റെ തോത് ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടിരിക്കുക. അത് കൂടിയാൽ എന്തുണ്ടാകും? ഭൂമിക്ക് പിന്നെ ഭൂമിയിലെ ജീവികൾക്ക് നിലനിൽപ്പില്ലാതെയാവും. അലം നജഅലിൽ അർള മിഹാദാ. ഇതൊരു തൊട്ടിലാണ്. ആ തൊട്ടിലിന് അതിൻ്റെതായ ഒരു സംവിധാനം വേണം. ആ തൊട്ടിൽ ഇത് തൊട്ടിലാണ്. ഈ ഭൂമി ഒരു തൊട്ടിലാണ്. അപ്പൊ തൊട്ടിലിന് എന്ത് വേണം? അതിന്റെ നിലനിൽപ്പ്, അതിന് ഓരോന്നിനും അതിന്റെ നിലനിൽപ്പുണ്ടല്ലോ. ഒരു തൊട്ടിൽ കിട്ടുക, ഒരു കുട്ടിക്ക് വേണ്ടി തൊട്ടിൽ കെട്ടിക്കൊടുക്കുക, അതിന്റെ കയറിന്റെ അനുപാതം ഇതൊക്കെ ബന്ധമുള്ള സംഗതിയാണ്. അലം നജഅലിൽ അർള മിഹാദാ. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തൊട്ടിലാക്കി വെച്ചതാണ്.
ഇവിടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് വളരെ ശക്തമായി ചൂട് കൂടിക്കൊണ്ടിരിക്കണം. ആ കാരണത്തിലേക്ക് ഞാൻ വരാം. കാർബൺ, ഭൂമിയിൽ വരുന്ന കാർബണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന അതിനെ പ്രധാനപ്പെട്ട ഘടകം, അതിനെ ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ വൃക്ഷങ്ങളാണ്. ഒരു വൃക്ഷത്തിന്റെ 50% കാർബണാണ്.